നമസ്കാരം. പ്രപഞ്ച രഹസ്യങ്ങൾ തേടിയുള്ള മനുഷ്യന്റെ യാത്രയിൽ നിർണായകമായ ഒരു കണ്ടെത്തലുമായി നാസയുടെ ഹബിൾ ബഹിരാകാശ ദൂരദർശിനി വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. ചരിത്രത്തിൽ ആദ്യമായി ഒരു വാൽനക്ഷത്രം അതിൻ്റെ ഭ്രമണദിശ പൂർണ്ണമായും വിപരീത ദിശയിലേക്ക് മാറ്റുന്ന കാഴ്ചയ്ക്കാണ് ശാസ്ത്രലോകം ഇപ്പോൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. 41P ടട്ടിൽ ജിയോകോബിനി ക്രസാക് എന്ന് പേരിട്ടിരിക്കുന്ന വാൽനക്ഷത്രത്തിലാണ് ഈ അപൂർവ പ്രതിഭാസം നിരീക്ഷിക്കപ്പെട്ടത്. വാനശാസ്ത്രജ്ഞനായ ഡേവിഡ് ജെവിറ്റിൻ്റെ നേതൃത്വത്തിൽ നടന്ന പഠനങ്ങളിലൂടെ പുറത്തു വന്ന ഈ വിവരങ്ങൾ പ്രപഞ്ചത്തിലെ ഖഗോള വസ്തുക്കളുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള പുതിയ ഉൾക്കാഴ്ചകളാണ് നൽകുന്നത്. ഏകദേശം 1 കിലോമീറ്റർ മാത്രം വ്യാസമുള്ള ഈ ചെറിയ വാൽനക്ഷത്രം 2017 സൂര്യനോട് അടുത്തെത്തിയപ്പോഴാണ് അതിൻ്റെ ഭ്രമണവേഗതയിൽ മാറ്റം കണ്ടു തുടങ്ങിയത്. സാധാരണഗതിയിൽ വാൽനക്ഷത്രങ്ങൾ സൂര്യനോട് അടുക്കുമ്പോൾ അവയിലെ ഐസ് രൂപത്തിലുള്ള വാതകങ്ങൾ ഉരുകി പുറത്തേക്ക് പ്രവഹിക്കാറുണ്ട്. 41Pയുടെ കാര്യത്തിൽ ഈ വാതകങ്ങൾ ചെറിയ ജെറ്റ് എഞ്ചിനുകളെ പോലെ പ്രവർത്തിക്കുകയും അതിൻ്റെ കറക്കത്തെ സാവധാനത്തിലാക്കുകയും ചെയ്തു. നാസയുടെ സ്വിഫ്റ്റ് ഒബ്സർവേറ്ററി നൽകുന്ന വിവരങ്ങൾ പ്രകാരം ഈ വാൽനക്ഷത്രത്തിൻ്റെ കറക്കം ക്രമേണ നിലയ്ക്കുകയും പിന്നീട് വിപരീത ദിശയിൽ കറങ്ങാൻ തുടങ്ങുകയും ചെയ്തു. ഡിസംബറിൽ ഹബിൾ എടുത്ത ചിത്രങ്ങൾ പരിശോധിച്ചപ്പോൾ ഓരോ 14 മണിക്കൂറിലും ഈ വാൽനക്ഷത്രം ഇപ്പോൾ വിപരീത ദിശയിൽ ഭ്രമണം ചെയ്യുന്നുണ്ടെന്ന് സ്ഥിരീകരിച്ചു. ഈ പ്രതിഭാസം വാൽനക്ഷത്രത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായേക്കാമെന്നാണ് ശാസ്ത്രജ്ഞർ വിലയിരുത്തുന്നത്. വിപരീത ദിശയിലുള്ള ഭ്രമണം വേഗത പ്രാപിക്കുന്നതോടെ വാൽനക്ഷത്രത്തെ ഒന്നിച്ചു നിർത്താനുള്ള ഗുരുത്വാകർഷണ ബലത്തേക്കാൾ കൂടുതൽ അപകേന്ദ്ര ബലം ഉണ്ടാവുകയും അത് തകർന്നു പോവുകയും ചെയ്തേക്കാം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഈ വാൽനക്ഷത്രത്തിൻ്റെ ഉപരിതലത്തിലുള്ള ഐസ് പാളികൾ കുറഞ്ഞു വരികയാണ് എന്നും ഇത് അതിൻ്റെ അവസാന കാലഘട്ടമാണെന്നും ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു. ഏകദേശം 1500 വർഷത്തോളമായി നിലവിലുള്ള ഭ്രമണപഥത്തിൽ തുടരുന്ന ഈ വാൽനക്ഷത്രം വൈകാതെ തന്നെ സ്വയം നശിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. സൗരയൂഥത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള നിർണായകമായ വിവരങ്ങൾ നൽകുവാൻ കഴിയുന്ന ഇത്തരം പ്രാചീന അവശിഷ്ടങ്ങളുടെ നാശം വാനശാസ്ത്രജ്ഞരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടം കൂടിയാണ്. വെബ് ഡെസ്ക് തത്തുമൈ TV.